ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വി.കെ. ശ്രീകണ്ഠൻ ചരിത്രവിജയം ആവർത്തിക്കുമെന്ന് ഡി.സി.സി സെക്രട്ടറി സത്യൻ പെരുമ്പർക്കോട് പറഞ്ഞു. കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾ ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്നതായും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതുണ്ടാക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട് ജനത വി.കെ. ശ്രീകണ്ഠനെ കൈവിടില്ലെന്നും അദ്ദേഹം കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയം ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UDF ഇത്തവണ ജനങ്ങളെ സമീപിക്കുന്നത്. MP ഫണ്ട് ഉപയോഗിച്ച് ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന രംഗത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാനും അട്ടപ്പാടി പോലുള്ള ആദിവാസി മേഖലകളിലടക്കം വികസന പെരുമഴ കൊയ്യിക്കാൻ ശ്രീകണ്ഠന് കഴിഞ്ഞതായും DCC സെക്രട്ടറി സത്യൻ പെരുമ്പർക്കോട് പറഞ്ഞു. മോദി ഗ്യാരണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തട്ടിപ്പ് മാത്രമാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ അദ്ദേഹം പാലക്കാടും ആലത്തൂരും ഇത്തവണയും ചരിത്രവിജയം ആവർത്തിക്കുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോൺഗ്രസ് അത് നോക്കിക്കാണുന്നത്, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഏറ്റവും അപകടകരമായൊരു സ്ഥിതിവിശേഷമാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം നീക്കങ്ങളോടുണ്ടാക്കുന്നത്. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല, കോൺഗ്രസ് അല്ലാത്ത പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരും ഒക്കെ ഇന്ന് ഈ രീതിയിലുള്ള വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. കേരളത്തിലെ പ്രതിപക്ഷം അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്, കേരളത്തിൽ സത്യത്തിൽ BJPയും പിന്നെ CPMും തമ്മിലൊരു ഒത്തുകളി നടക്കുന്ന സ്റ്റേറ്റാണ്. ഇന്ത്യ രാജ്യത്ത് CPM ഭരിക്കുന്ന ഏക സ്റ്റേറ്റ് കേരളമാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് നമുക്കറിയാലോ, അത് രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബംഗാളിൽ കോൺഗ്രസും CPMും ഒന്നിച്ച് മത്സരിക്കുന്നു. ഒരു കാലത്ത് വലിയ ശത്രുക്കളായിരുന്നു. CPMൻ്റെ വലിയ തകർച്ച അവിടെ നേരിട്ടുണ്ട്. ആ തകർച്ചയ്ക്ക് പകരം CPM തകരുമ്പോൾ അവിടെ ആരാ വളർന്നു? അവിടെ BJP വളർന്നു വരുന്നത്. ത്രിപുരയിൽ CPM കുത്തകയാക്കി അനവധി വർഷക്കാലം ഭരിച്ചൊരു സ്റ്റേറ്റാണ്. അവിടെ ഒറ്റയടി ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പിൽ CPM തുടച്ചു നീക്കപ്പെടുമ്പോൾ പിന്നെ അവിടെ ഉയർന്നു വരുന്ന BJPയാണ്. കഴിഞ്ഞ തവണത്തെ രാഹുൽ തരംഗം എന്ന് പറയുന്ന സാഹചര്യം ഇന്ന് അതിലും വലിയ സാഹചര്യങ്ങളാണ്. അന്ന് രാജ്യം ഇത്ര അപകടത്തിലേക്ക് പോയിരുന്നില്ല. അന്ന് രാജ്യത്ത് 5 വർഷം പിന്നിട്ട് രണ്ടാമത് ജനവിധി തേടുന്ന BJP മുന്നണിയും അതിനെ നേരിടുന്ന പ്രതിപക്ഷ മുന്നണി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ ചെതറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ന് അതിലും വലിയ തരത്തിലുള്ള അപകടത്തിലൂടെ രാജ്യം കടന്നു പോകുന്നത്. കേരളത്തിലെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJPയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൻ്റണി ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ. ആൻ്റണി അതിനുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ അനിൽ ആൻ്റണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൂറുമാറ്റം കൊണ്ടുണ്ടാവുന്ന എന്താണ് അതിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ആൻ്റണി തന്നെ വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്കറിയാം എന്തിനു വേണ്ടി പോയി എന്നൊക്കെ ചോദിച്ചാൽ അത് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്കല്ലാതെ അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. കോവിഡ് കാലഘട്ടത്തിൽ 40% എല്ലാ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കുള്ള തുകയൊക്കെ വെട്ടിച്ചുരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും ആ പരിമിതി കോവിഡ് കാലത്ത് പോലും വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി പലതും ചെയ്യാൻ, പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് ചികിത്സാ രംഗത്തൊക്കെ വലിയ രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കിയ ഒരാളാണ് ശ്രീകണ്ഠൻ. അപ്പോൾ MP രാജേഷ് പരാജയപ്പെടാനുള്ള കാരണം MP രാജേഷ് ബെമലിലും അതുപോലെ തന്നെ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയിലും ഒന്നും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. പിന്നെ ശ്രീകണ്ഠൻ്റെ അട്ടപ്പാടിയിലെ സാന്നിധ്യം അത് മന്ത്രി പറയുന്നൊന്നും ശരിയല്ല. ഏതാണ്ട് 121ഓളം വരുന്ന ബൂത്തുകളിൽ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇപ്പോൾ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം 11,000 ചില്ലറ വോട്ടാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു 40,000 വോട്ടിൻ്റെ അടുത്തുള്ളൊരു ഭൂരിപക്ഷം. അത് വേറൊന്നുമല്ല, പൊളിറ്റിക്കലായിട്ട് പറയല്ല, അത് ശ്രീകണ്ഠൻ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലുണ്ടാക്കിയ സ്വീകാര്യതയാണ്. ശ്രീകണ്ഠൻ മാത്രമല്ല, രമ്യ ഹരിദാസ് ഉൾപ്പെടെ. ശ്രീകണ്ഠനെ ഒരുപാട് സാധ്യതകൾ അദ്ദേഹം തന്നെ പ്രവർത്തനം കൊണ്ട് വർദ്ധിപ്പിച്ചെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതേക്കാൾ ഏറെ പൊതുജനങ്ങളുടെ വോട്ടർമാരുടെ സ്വീകാര്യത അദ്ദേഹം മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച് അത് വർദ്ധിപ്പിച്ചെടുത്തൊരു നേതാവാണ്. അദ്ദേഹത്തിന് വളരെ അനുകൂലമായൊരു സാഹചര്യം. കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരുന്ന പിണറായിയുടെ 2ാമത്തെ സർക്കാർ 3 വർഷം പിന്നിടുമ്പോൾ ഈ ഗവൺമെൻറ് പരാജയപ്പെടാത്ത ഒരു മേഖലയില്ല. 2 MPമാർക്കും പാലക്കാട്ട് വി.കെ. ശ്രീകണ്ഠനും അതുപോലെ തന്നെ ആലത്തൂരിൽ രമ്യ ഹരിദാസനും അവരെ 2 പേർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തും.